ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഒരു കാര്യം പറയാനാണ്. ഇത് കണ്ടോ, ഇത് നമ്മളെ AS21 എന്ന് പറഞ്ഞാൽ പവർ കൂടിയ ആംപ്ലിഫയർ ആണ്. ഈ പവർ കൂടിയ AS21 ഇത് ഫാനൊക്കെ ഉള്ളത് നിങ്ങൾ കണ്ടിട്ട് കാണും, എല്ലാവരും കണ്ടിട്ട് കാണും. ഇത് കൂട്ട് ഇതിന് ഏറ്റവും പ്രധാനമെന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോമർ പവർ സപ്ലൈ കൊടുത്താലും പാടും. പക്ഷേ ട്രാൻസ്ഫോമർ പവർ സപ്ലൈ സ്മൂത്ത് അല്ല, നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ട്രാൻസ്ഫോമറിന് ഹമ്മിങ് വരും, 2 കോയിലുകൾ ഇൻഡക്ഷൻ വഴി എടുക്കുന്ന സപ്ലൈ ആണിത്. നമുക്ക് അത് കൂട്ട് പവർ സപ്ലൈ അല്ല ഇതിന് വേണ്ടത്. ഇത് കൂട്ട് ഡി ക്ലാസ് ആംപ്ലിഫയറിനല്ല, SMPS പവർ സപ്ലൈ തന്നെ വേണം. ട്രാൻസ്ഫോമർ കൊടുത്താൽ അതിന് ഹമ്മിങ് ഉണ്ടാവും, സബ് വൂഫറിന് ചെറിയ ഹമ്മിങ്ങും കാര്യങ്ങളും വരും. പിന്നെ വർക്ക് ചെയ്യലെന്ന് ചോദിച്ചാൽ വർക്ക് ചെയ്യും. നിങ്ങൾക്ക് ട്രാൻസ്ഫോമർ തന്നെ കൊടുത്ത് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ഉപയോഗിക്കുക. ഇങ്ങനെ ഫോൺ ബെല്ലടിച്ചുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നിസ്സാര കാര്യങ്ങൾ ചോദിച്ച് ഉപദ്രവിക്കാതിരിക്കുക. കാരണം എല്ലാ കാര്യങ്ങളും നമ്മൾ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. ന്യൂ ടെക് ട്രാവൽ ബൈ സോണി ജിൻസി എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനലിൽ കയറുക, എല്ലാ കാര്യങ്ങളും കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം വിളിക്കുക. അല്ലാതെ എത്ര വാട്സാപ്പ് എത്ര ഇത് കൊടുക്കും, എല്ലാ കാര്യങ്ങളും ഞാൻ വളരെ വ്യക്തമായിട്ട് ഇട്ടിട്ടുണ്ട്. അത് കാണാതെ എന്നെ വിളിച്ച് എത്ര വാട്സാപ്പ് അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഓരോരുത്തരോടും മറുപടി പറഞ്ഞുകൊണ്ടിരിക്കാൻ എനിക്ക് പറ്റത്തില്ല. അതുകൊണ്ടാണ് ദയവ് ചെയ്ത് അങ്ങനെ ഉപദ്രവിക്കല്ലേ. നിങ്ങൾ വാട്സാപ്പിൽ കയറിയിട്ട് അല്ല യൂട്യൂബിൽ കയറി സോണി ജിൻസി എന്നുള്ള ടെക് ട്രാവൽ ബൈ സോണി ജിൻസി എന്നുള്ള ചാനലിൽ കയറി വീഡിയോസ് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഉള്ള സംശയങ്ങൾ ചോദിക്കുക. അല്ലാതെ എല്ലാ കാര്യങ്ങളും ചോദിച്ചിട്ട് ഇങ്ങനെ കോൾ വിളിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ഇപ്പം ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ഇത് AS21 വേണ്ടിയിട്ടുള്ള ഒരു പവർ സപ്ലൈ ആണ്. സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കേണ്ടി വരും. അപ്പം ഈ പവർ സപ്ലൈയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് 36 വോൾട്ട് 12 വോൾട്ടും കിട്ടുന്ന ഒരു പവർ സപ്ലൈ ആണ്. ഇത് കൂട്ട് SMPS വേണം, 10 ആമ്പിയറുള്ള SMPS വേണം ഈ AS21 കൊടുക്കാൻ. അതിന് ട്രാൻസ്ഫോമർ പവർ സപ്ലൈ ഉണ്ട്, എൻ്റെ കയ്യിൽ ഇത്ര ആമ്പിയറുള്ള ട്രാൻസ്ഫോമർ പവർ സപ്ലൈ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു കസ്റ്റമർ എന്നെ വിളിച്ചോളൂ. അതിന് ഹമ്മിങ് വരും. ട്രാൻസ്ഫോമർ കൊടുത്താൽ ഹമ്മിങ് വരും, അതാണല്ലോ ട്രാൻസ്ഫോമർ. ഇതിനാണല്ലോ SMPS വെക്കുന്നത്. അപ്പോൾ SMPS പവർ സപ്ലൈ ഈ ക്ലാസ്സിന് കഴിവതും ഉപയോഗിക്കുക. അല്ലാതെ ഉപയോഗിക്കുന്നത് തെറ്റൊന്നുമില്ല, വേറെ ഒന്നും പറ്റാനില്ല, വർക്ക് ചെയ്യും. അപ്പോൾ ഉണ്ടാകുന്ന ഹമ്മിങ്ങും പറവറുപ്പൊക്കെ സ്വയം അങ്ങ് അനുഭവിച്ചുകൊണ്ടാൽ മതി, എന്നെ വിളിച്ച് പറയണ്ട. ഓക്കെ, ഞാൻ പറയുന്നത് എപ്പോഴും SMPS വെക്കാനാണ്. എനിക്കതിന് ഇതുകൊണ്ട് ഇപ്പം ഞാൻ SMPS ഇത് കണ്ടോ, ഇതിൻ്റെ വോൾട്ടേജ് ഞാൻ കാണിക്കാൻ വേണ്ടിയാണ് വിളിച്ചത്. ഇപ്പോൾ ഈ പവർ സപ്ലൈ ഞാൻ ഒരാൾക്ക് വേണ്ടി അയച്ചു കൊടുക്കുകയാണ്. പുള്ളിക്ക് വേണ്ടിയിട്ട് അയക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്തത്. എന്തൊരു അപ്പം ഇത് വോൾട്ടേജ് നോക്കുക. ഇതാണ്ട് ഞാൻ വോൾട്ടേജ് കാണിക്കാം. ഇവിടെ നോക്കിക്കും, ഇവിടെ കാണിച്ചേ. ഇത് DC 36 വോൾട്ട് കണ്ടോ, 35.9 വോൾട്ട് കണ്ടല്ലോ, നല്ലപോലെ ക്ലിയർ ആയിട്ട് കാണത്തില്ലേ. 35.9 വോൾട്ടാണ് അവിടെ വരുന്നത്. പിന്നെ 12 വോൾട്ടും കൂടെ നമുക്ക് നോക്കിയേക്കാം. 12 വോൾട്ട് വേണ്ട, 12.56 വോൾട്ടും ഉണ്ട്, 36 വോൾട്ടും ഉണ്ട്, 35.9 വോൾട്ട്. നമുക്കിവിടെ വേണമെങ്കിൽ ഇതിൻ്റെ വോൾട്ടേജ് കൂട്ടി